എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ള മുട്ട പപ്സാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ മുട്ട പപ്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന ആ സെയിം ടെക്സ്ചറും അതേപോലെ ലെയറൊക്കെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മാത്രം അതേപോലെ നമുക്ക് ആ ടെക്സ്ചറും അതേപോലെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഓവനൊന്നും ഇല്ലാണ്ട് തന്നെ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുത്താലും അതേപോലെ ലെയറൊക്കെ ആയിട്ട് ശരിക്കും നമ്മൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണ പോലെ നമുക്ക് കിട്ടും. അതിനൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കാം. എന്നിട്ട് ഞാൻ ആ പറയുന്ന പോലെ തന്നെ എല്ലാവരും ചെയ്യണം കേട്ടോ. വലിയ പാടൊന്നുമല്ല, നല്ല ഈസി ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതേപോലെ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഫ്രീസറിൽ എടുത്ത് വയ്ക്കുക. കുറച്ച് നാൾ വരെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നാൾ കേടുവരാണ്ടിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ കേടുവരാണ്ടിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇപ്പോൾ നോമ്പിൻ്റെ സമയമുള്ള അപ്പോൾ കുറേ പേരായി പറയുന്നത് നോമ്പിൻ്റെ സ്പെഷ്യലൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ഇത് നോമ്പിൻ്റെ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി കേട്ടോ. പിന്നെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉള്ളി ദോശയുടെ വീഡിയോ ആണ്. നിങ്ങൾ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കണ്ടു നോക്കാം. രണ്ട് ഉള്ളി ദോശയും കൂടിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പപ്സിൻ്റെ കാര്യം മറക്കരുത്. പപ്സ് നിങ്ങൾ എന്തായിരുന്നാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ നമുക്കൊട്ട് സമയങ്ങൾ തന്നെ നമ്മുടെ മുട്ട പപ്സ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. നമുക്ക് പപ്സിലേക്കുള്ള മിക്സിങ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ മെഷറിംഗ് കപ്പിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് കപ്പിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചായ കുടിക്കാൻ എടുക്കണ കപ്പിലെടുക്കുക. പക്ഷേ മെഷറിംഗ് കപ്പിലാകുമ്പോൾ എല്ലാവരും കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് ചേർത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കാം. ഓയിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം കേട്ടോ. ഓയിൽ ഞാൻ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. കറക്റ്റ് അത്രയ്ക്ക് തന്നെ ചേർക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ പപ്സിൻ്റെ ശരിക്കുള്ള ടെക്സ്ചർ കിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നമുക്ക് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഈ മൈദയിൽ ഓയിലൊക്കെ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ നോക്കിയേ, ഓയിലൊക്കെ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കില്ലേ, കുഴച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾ 150 ml വെള്ളം എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും. 150 ml വെള്ളത്തിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ കുറവ് നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. കറക്റ്റ് നമ്മൾ 250 ml കപ്പിൽ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മളിങ്ങനെ കുഴച്ച് നോക്കാം. എനിക്കാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. നമ്മൾ മൈദപ്പൊടിയിൽ എപ്പോഴും വെള്ളം ചേർത്തിട്ട് കുഴയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഫുള്ള് അമർത്തി ഫസ്റ്റ് കുഴയ്ക്കരുത്. അങ്ങനെ കുഴച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പശ പോലെ വന്നിട്ട് വെള്ളമൊന്നും ഈ മൈദയിൽ പിടിക്കാണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതേപോലെ നമ്മൾ വിരൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഏകദേശം അറിയാൻ വേണ്ടിയിട്ട് പറ്റും വെള്ളം കറക്റ്റ് ആയിട്ടുണ്ടോയെന്ന്. കാരണം ഈ പൊടിയുമ്പേക്ക് നന്നായിട്ട് വെള്ളമൊക്കെ പിടിച്ചിട്ട് പൊടി ഒട്ടും സെപ്പറേറ്റ് ആയിട്ട് കിടക്കാണ്ട് വരണം. ഇപ്പോൾ നോക്കിയേ, ഇതിനകത്ത് ആ വെള്ളത്തിൻ്റെ അളവ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കുക. എത്ര സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കണോ അത്രയ്ക്കും നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ പപ്സിന്. ഇത് ഇതേപോലെ നമ്മൾ ഓയിലൊക്കെ ചേർത്തേക്കണതുകൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കാനായിരുന്നാലും നല്ല എളുപ്പം, ഭയങ്കര സോഫ്റ്റായിട്ടായിരിക്കണേ. നോക്കിയേ, മാവ് നമ്മൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ മാവ് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഈ നമ്മുടെ പപ്സിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നോക്കിയേ, ഞാനിവിടെ നോക്കി ഇത്രയ്ക്ക് സവോള എടുത്തിട്ടുണ്ട്. ഇത് വലിയ സവോള ഒരു 1.5 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, സവോള കാണിക്കാം കേട്ടോ. ഇതേ ഇത്രയ്ക്കുള്ള സവോളയാണ്. അപ്പോൾ ഒരു മീഡിയം സവോളയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സവോള ചേർക്കുക. കാരണം ഈ മസാലയിൽ നമ്മൾ കഷ്ണങ്ങളായിട്ട് വരുന്നത് സവോളയാണ്. സവോള നന്നായിട്ട് വേണം കേട്ടോ. പിന്നെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് സാധാരണ നമ്മൾ ചേർക്കുന്ന മസാലപ്പൊടികളൊക്കെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, അത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പുളി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് കഷ്ണം, വളരെ കുഞ്ഞ് കഷ്ണം തക്കാളിയും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ ഒരു കുഞ്ഞ് കഷ്ണം തക്കാളിയും കൂടിയിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇത് വെളിച്ചെണ്ണ കേട്ടോ, ഇവിടെ തണുപ്പായതുകൊണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള, പച്ചമുളക്, ഇഞ്ചി ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് മുട്ടയും കൂടിയിട്ട് വേണം കേട്ടോ. നമ്മൾ മുട്ടയുടെ ഫില്ലിംഗ് അല്ലേ വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ സവോള പെട്ടെന്ന് വളർന്ന് കിട്ടുകയും ചെയ്യും. സവോളയുടെ ഉള്ളിലേക്ക് ഉപ്പൊക്കെ കയറിയിട്ട് സവോള കഴിക്കുമ്പോഴായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സവോള നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം.
ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മുരിയട്ടെ. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് മുരിഞ്ഞോളും. മുരിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. നമ്മൾ ഇടുമ്പോൾ തന്നെ ഒരു മഞ്ഞളുടെ ഒരു പച്ച ഒരു കുത്തായിരിക്കുമല്ലോ, അതൊന്ന് മാറിയിട്ട് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം. നോക്കിയേ, ഞാനിവിടെ ടേബിൾ സ്പൂണിൽ ഇതേപോലെ ഇങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി കേട്ടോ ഈ മസാലയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ മല്ലിപ്പൊടി ഞാൻ ചേർന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇച്ചിരി സമയം കൂടുതലെടുക്കും മല്ലി മുരിയാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഈ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ മുളക് പൊടി നമുക്ക് ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നോക്കിയ ഒരു കുഞ്ഞു കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. തക്കാളി ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ തക്കാളി ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ചേർക്കണ്ട. ഒരു കുറച്ച് നാരങ്ങ നീര് ചേർത്താൽ മതി. ഇനിയിപ്പോൾ നാരങ്ങ നീരും ഇല്ല തക്കാളി ഇല്ലയെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മസാലയ്ക്ക് ടേസ്റ്റ്. പക്ഷേ തക്കാളി ചേർക്കുമ്പോൾ കൂടുതൽ ചേർക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഒരു കുഞ്ഞു കഷ്ണം ചേർത്താൽ മതി. കൂടുതൽ അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാലയ്ക്ക് വെള്ളമായിട്ട് പോട്ടോ, പിന്നെ നമുക്ക് പപ്സിൻ്റെ ഉള്ളൊന്നും വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു കുഞ്ഞു കഷ്ണം നമുക്ക് തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് വേണം, പിന്നെ ഉപ്പും കൂടിയിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. പപ്സിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങിയ മുട്ടയും കൂടിയിട്ട് ചേർക്കാം. അത് നമുക്കിപ്പോൾ ചേർക്കണ്ട, പപ്സ് റെഡിയാക്കുന്ന സമയത്ത് വെച്ചാൽ മതി. ഇപ്പോൾ നോക്കിയേ, നമ്മൾ മാവ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അങ്ങനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയിട്ട് എടുക്കില്ലേ, അതേപോലെ അത്രയ്ക്കുള്ള ഒരു പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് എടുക്കുക. പിന്നെ കുഴച്ചിട്ട് എടുക്കുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഒന്ന് കുഴച്ചിട്ട് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് കാണിച്ചിട്ട് കുഴച്ചിട്ട് എടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് പരത്താം. അപ്പോൾ കണ്ട നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി നോക്കി ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കാണിച്ചിട്ട്. നേരത്തെ നമ്മൾ കൗണ്ടർ ടോപ്പ് ഇട്ടിട്ടല്ലേ ചെയ്ത്, കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നോക്കിയേ, നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഉരുളയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നോക്കിയേ, നമ്മളിതൊരു 5 പീസായിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാനൊരു 2 പീസാണ്ട് മാറ്റി വയ്ക്കുകയാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്സിന് നമ്മൾ 3 ലെയറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 പീസ് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നല്ല കനം കുറച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് നമ്മൾ പരത്തിയിട്ട് എടുക്കില്ല, അതേപോലെ പരത്തിയിട്ട് എടുക്കുക. പരത്താൻ പോണതിന് മുമ്പ് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, ഇതേപോലെ ഇങ്ങനെ കുഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റൗണ്ടായിട്ട് വരും. അപ്പോൾ നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല ഈസി ആയിരിക്കും. ഇത് ഇനി നമ്മൾ ഓയിൽ അല്ലെങ്കിൽ പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി ഇത് ഓയിൽ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ. ഇതാ, അപ്പോൾ നമ്മൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടില്ലേ. ഇനി നമ്മൾ ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ നമ്മൾ പരത്തിയിട്ട് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പരത്താം. അപ്പോൾ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് നീക്കിയിട്ട് അടുത്തത് പരത്താം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഷീറ്റ് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒന്നുകൂടി പരത്താനുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരത്തിയാക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ, ഈ ഷീറ്റിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ആയിരുന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നെയ്യ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് തൂത്ത് കൊടുക്കുക. അത് ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തേക്കുന്നത്. എല്ലായിടത്തും ഇതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് തൂത്ത് കൊടുക്കുക. കാരണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ പപ്സിന് ലെയറായിട്ട് തിരിഞ്ഞു വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്, സൈഡിലൊക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെല്ലായിടത്തും ഓയിൽ തേച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. അതിങ്ങനെ വിതറി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഷീറ്റ് എടുത്തിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് വയ്ക്കും. അപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പൊടി വിതറി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത ഷീറ്റ് നോക്കി ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. അത് ഫുള്ളാണ്ട് പരത്തിയിട്ടില്ല, അത് കുഴപ്പമില്ല. ഏകദേശം ഒരു 3/4 ഭാഗം പരത്തി കഴിഞ്ഞ് നമ്മൾ എടുത്തോ, കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഇത് നോക്കിയേ, ആ ഷീറ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ എന്താ, ഈ ഷീറ്റ് ഭയങ്കര ചെറുതായിട്ടല്ലേ ഇരിക്കുന്നത്, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കാം. ഇനി വെച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. അല്ലെങ്കിൽ ഈ സെയിം വലുപ്പത്തിൽ തന്നെ നമുക്ക് പരത്തിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഇത് ഫസ്റ്റ് എടുത്ത് കുറച്ച് വലുതാണല്ലോ, ഇത് ചെറുതാണല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ പരത്തി കൊടുക്കാം കേട്ടോ.
അത്യാവശ്യം അതിൻ്റെ അടുത്തേക്ക് എത്തട്ടെ. കാരണം നമ്മളിത് സെപ്പറേറ്റ് നമ്മൾ നല്ല കനം കുറച്ച് പരത്തിയാൽ നമ്മളിത് ഇങ്ങനെ എടുക്കുമ്പോൾ അത് മൈദയാണല്ലോ, അപ്പോൾ അതിന് ചെറുതായി വരും. അപ്പോൾ ഒന്ന് പരത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് പരത്തി, കാരണം ഒന്ന് പരത്തി കഴിഞ്ഞിട്ട് വേണോട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഭയങ്കര ചെറുതായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനെ പരത്താൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം വെച്ചിരുന്ന ഷീറ്റിൻ്റെ അത്രയ്ക്ക് തന്നെ നമ്മൾ രണ്ടാമത്തെ ഷീറ്റ് നമ്മൾ പരത്തി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ലാസ്റ്റ് ഒരു പരത്തിലും കൂടി ഉണ്ട് നല്ല കനം കുറച്ചിട്ട്. ഇനി നമുക്ക് ഒരു എണ്ണോടിയും വെക്കാനുണ്ടല്ലോ, അപ്പോൾ അടുത്തതും കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. രണ്ടാമത്തെ ഷീറ്റും നമ്മളിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഓയിൽ തൂത്ത് കൊടുക്കാം. ഓയിൽ എല്ലായിടത്തും ആവണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. അവിടെ ചെറുതായിട്ടൊരു ചുളുക്ക് വീണുണ്ടായിരുന്നു, അത് ചുളുക്ക് വീഴാണ്ട് അധികം ബലം കൊടുക്കാണ്ട് പരത്തണം കേട്ടോ. ചുളുക്ക് വീണാണ്ട് ഞാൻ ചുളുക്ക് അവിടെ തന്നെ ഇരിക്കട്ടെ. ലാസ്റ്റ് നമ്മളിങ്ങനെ പരത്തുമ്പോൾ ഏതാണ്ട് ഇങ്ങനെ ഒരേ ഷേപ്പിൽ തന്നെ അങ്ങോട്ട് പൊക്കോട്ടെ കേട്ടോ. കാരണം ഇതിനകത്ത് ഇങ്ങനെ ഷേപ്പില്ലാണ്ട് ഇങ്ങനെ 4 സൈഡിൽ നിൽക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളയും. കനം കുറച്ചിട്ട് പരത്താൻ മാത്രമേ കനം കുറച്ചിട്ട് പരത്താം നമ്മൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 3 പീസ് വെച്ചത് 3ഉം ഏകദേശം ഒരു കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ആദ്യം വെച്ചത് കുറച്ച് ചെറുതായിട്ടിരിക്കണം, പക്ഷെ അത് കുഴപ്പമില്ല. അത്യാവശ്യം നമ്മൾ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ചിലപ്പോൾ അത്രയ്ക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് എല്ലാവരും ഒരേ ലെവലിൽ ചിലപ്പോൾ നിൽക്കില്ല, കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ 4 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഭംഗിയാക്കാം. അപ്പോൾ നമ്മളത് പരത്തിയിട്ട് എടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഒരു നല്ല ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇത് ചെയ്യുമ്പോൾ നമ്മൾ സമയം എടുക്കണം. തിരക്ക് പിടിച്ചിട്ട് ഇപ്പം അങ്ങോട്ട് റെഡിയാക്കാന്ന് വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങോട്ട് റെഡി ആവില്ല കേട്ടോ. ഇവിടെ ഇത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 പപ്സ് ആക്കാം, അല്ലെങ്കിൽ കുറച്ച് വലിയതായിട്ട് 2 പപ്സ് ആയിട്ടാക്കാം. നമുക്ക് 3 പപ്സ് ആക്കാം. ഇനി ഇത് നമ്മൾ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി നമ്മളൊന്ന് റോൾ ചെയ്യും. അപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി ഒരു വീതി കിട്ടും. നിങ്ങൾ കട്ട് ചെയ്യാൻ പോണേലും മുമ്പ് ഒന്ന് മാർക്ക് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും ഇതേപോലെ 3 ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മൾ അത്രയ്ക്ക് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി ഇങ്ങോട്ടേക്കും നമുക്കൊരു 3 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഷീറ്റുകൾ നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 2 പീസുകൾ എടുത്ത് മാറ്റി വെച്ചില്ല, അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. ഇതേപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ അടിയിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ ചെയ്തിട്ട് അങ്ങനെ നല്ല കനം കുറച്ചിട്ട് ഇത് പരത്തിയിട്ട് എടുക്കുക. നോക്കിയേ, നമ്മളിപ്പോൾ ഇതേപോലെ പരത്തിയിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് കനം കുറയ്ക്കാനുണ്ട്. നമുക്കിതിങ്ങനെ ഇത്രയ്ക്കുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ പീസുകളൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കട്ടെ. മൈദ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കനം കുറച്ച് പരത്തിയാലും നമ്മളത് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ചെറുതായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്നും കൂടി നല്ല കനം കുറച്ചിട്ട് പരത്താം. ഇതിനടിയിൽ ഓയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇത് അടിയിലൊന്നും പിടിക്കില്ല. കണ്ട ഇതേപോലെ നല്ല കനം കുറച്ച് പരത്തിയിട്ടില്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മുട്ടയുടെ ഫില്ലിങ് വെച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് നമ്മളങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഓയിലിട്ടിട്ടല്ലേ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫില്ലിങ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പപ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിലേക്ക് ഇടുമ്പോൾ ഫുള്ള് അത് പുറത്തേക്ക് എല്ലായിടത്തും പോകും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇതേപോലെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വേണം ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്താൽ മതി. പക്ഷേ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതേ ഇത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഇത് നല്ല പേപ്പർ പോലെ ഭയങ്കര കനം കുറഞ്ഞിട്ടാട്ടോ ഇരിക്കുന്നത്. അയ്യോ, മുട്ട വെച്ചില്ലേ, മറന്നു. മുട്ട വയ്ക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മുട്ട വയ്ക്കാം. മുട്ട ഇങ്ങനെ കമത്തി വയ്ക്കാം. എന്നിട്ട് ഇത് നമ്മൾ ക്ലോസ് ചെയ്യാം. ഇത് നോക്കിയാൽ ഭയങ്കര കനം കുറഞ്ഞിട്ട് ഭയങ്കര പേപ്പർ പോലെയാട്ടോ ഇരിക്കുന്നത്. വേണ്ടേ? അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നോളൂ. നമ്മൾ ഓയിലിട്ടാലും ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് പോകില്ല. അപ്പോൾ എല്ലാ ഫില്ലിങ്ങും നമ്മൾ ഫസ്റ്റ് ഇതേപോലെ ഇങ്ങനെ റെഡി ആക്കിയിട്ട് നിങ്ങൾ വെച്ചോ. അപ്പോൾ നമ്മൾ ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ്ട് വെക്കാൻ വേണ്ടി നല്ല എളുപ്പമായിരിക്കും. കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് നമുക്ക് ഓരോ ഷീറ്റായിട്ട് എടുക്കാം. ഈ ഷീറ്റായാലും കണ്ടില്ലേ, നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് നല്ല നീളാക്കി ഉണ്ടായിരുന്നില്ലേ. ഇത് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മൾ അങ്ങോട്ട് കൊണ്ട് എടുത്ത് വയ്ക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ചെറുതായി പോകും. പക്ഷേ കുഴപ്പമില്ല, ഇതിനെ നമുക്കൊന്ന് നീട്ടിയിട്ട് എടുക്കണം. അപ്പോൾ ചപ്പാത്തി പോലെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം.
ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് പോകണം. ഫില്ലിങ് വയ്ക്കുമ്പോൾ ഇതാ ഇവിടെ എൻഡിലായിട്ട് വയ്ക്കാം. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇവിടെ വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ചെയ്താൽ മതി. ഇച്ചിരി ഇറക്കി വയ്ക്കാം. ഇത്രയാണ് കയറ്റി വയ്ക്കേണ്ട. ഇതാ ഇങ്ങനെ റോൾ ചെയ്യും. ഇവിടേക്ക് ഇങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഞാനിവിടെ കുറച്ച് മൈദ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഒട്ടിക്കണ്ട. ഈ 2 തുമ്പുണ്ടല്ലോ, ഈ തുമ്പ് മാത്രം ഒട്ടിച്ചാൽ മതി. ഇതാണ് നമ്മുടെ പപ്സ്. ഇനി അത് ഓയിലിടുമ്പോൾ നമ്മുടെ ഈ 3 ലെയർ ഉണ്ടല്ലോ, ഈ ലെയറൊക്കെ ഈ സൈഡിൽ നിന്നൊക്കെയാണ്ട് തിരിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വന്നോളും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. പിന്നെ നമ്മൾ ഓയിലേക്ക് ഇടുന്ന സമയത്ത് ഒന്ന് നോക്കിക്കോ, ചിലപ്പോൾ അതിന് വിട്ടു വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാനും ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ പപ്സ് എല്ലാവരും ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പപ്സ് ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പപ്സ് ഇടാൻ പോണേലും ഇപ്പോൾ നോക്കിയാൽ ഈ എൻ്റെ ഒന്നും കൂടി ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്തോട്ടോ. നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ കവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓയിലിടുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ടേ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ ഒന്ന് കുറച്ച് വയ്ക്കണം. അപ്പോൾ എൻ്റെ ഇവിടെ വലിയ ബർണറാണ്. അപ്പോൾ ഞാൻ ഇവിടെ ലോ ഫ്ലെയിമിലായിട്ട് വെച്ചേക്കുന്നത്. ഞാൻ നോക്കിയേ, ഇപ്പോൾ നമ്മുടെ പപ്സ് 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. ഓയിലിൽ നിന്ന് എടുക്കാൻ പോണെങ്കിലും ഇപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ള ഓയിലൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വരും. ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ എന്നാലും അങ്ങനെ ഒട്ടും ഓയിലൊന്നും കുടിക്കുകയൊന്നും ചെയ്യില്ല. അതെ, ഇതാണ് നമ്മുടെ പപ്സ്. ഇതിൻ്റെ ഉള്ളിൽ ലെയറുകളൊക്കെ തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയേ, ഇപ്പം നമ്മുടെ പപ്സ് എല്ലാനും റെഡി ആയിട്ടുണ്ട്. നല്ല മൊരുന്നിരിക്കുന്ന പപ്സ് കേട്ടോ. റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പാടില്ല. നല്ല ഈസി ആയിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. ഞാൻ ആ പറയുന്ന പോലെയൊക്കെ നിങ്ങൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓവനില്ലാണ്ട് തന്നെ ഇതേപോലെ നല്ല സൂപ്പറായിട്ടുള്ള പപ്സ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കിക്കേ, നല്ല മുരിഞ്ഞിട്ടായിരിക്കുന്നത്. നമ്മൾ ആ ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കണ ആ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ആ ലെയറുകളൊക്കെ തിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പപ്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. എനിക്കും കണ്ടിട്ട് ഗതിയാവണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്സ്. അപ്പോൾ കഴിച്ചോട്ടെ കേട്ടോ. അതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, ലെയറുകളൊക്കെ വന്നിട്ട് കഴിച്ചോട്ടെ. ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ മസാല എനിക്ക് കിട്ടിയില്ല കേട്ടോ. മസാല അതിൻ്റെ ഉള്ളിലിരിക്കുക. അടുത്ത കടിക്ക് മസാല കിട്ടും. ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഷീറ്റിൻ്റെ വലിപ്പമൊക്കെ അത്രയ്ക്ക് അനുസരിച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ഫില്ലിങ് വെച്ചിട്ട് അതാണ്ട് നമ്മൾ ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താണ്ടൊക്കെ വരും കേട്ടോ.